ആർ ശ്രീജിത്തിലേക്ക് പോകുന്നു. ശ്രീജിത്ത്, ഇവിടെ ജി സുധാകരൻ CPM-ന്റെ എത്രത്തോളം മുതിർന്ന നേതാവാണ് എന്ന കാര്യത്തിൽ CPM-ന് തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഇന്നലെ വൈകുന്നേരം വരെ, അവസാന മിനിറ്റ് വരെ അതെ ഈ വാർത്താ സമ്മേളനം നമുക്ക് ഒഴിവാക്കിപ്പിക്കാൻ കടുത്ത സമ്മർദ്ദം, കടുത്ത ചർച്ചകളൊക്കെ നടന്നതാണ്. എന്തായാലും ഇത് എന്താണ് ചടപടെ എന്ന മട്ടിൽ FB പോസ്റ്റ് ഇട്ട് രോഷത്തിന്റെ പുറത്ത് നടന്ന വാർത്താ സമ്മേളനമല്ല. ജി സുധാകരൻ ആലോചിച്ച് പിന്നെയും ആലോചിച്ച് നടത്താൻ പോകുന്ന വാർത്താ സമ്മേളനമാണ്. ശ്രീജിത്ത്, കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന CPM നേതാക്കളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും S രാമേന്ദ്രൻപിള്ളയും കഴിഞ്ഞാൽ ഏറ്റവും സീനിയോറിറ്റിയുള്ള നേതാവാണ് ജി സുധാകരൻ. അതുകൊണ്ട് തന്നെ CPM-ൽ ജി സുധാകരന്റെ സീനിയോറിറ്റിയെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചോ എന്തെങ്കിലും തരത്തിലുള്ള പരാമർശം നടത്തിയാൽ തന്നെ അതൊരു അനാവശ്യമായ കാര്യമായിരിക്കും. കാരണം അത്രത്തോളം പാർട്ടിയുമായി അടുപ്പമുള്ള, പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച നേതൃനിരയിലെ പ്രമുഖനാണ് ജി സുധാകരൻ. ജി സുധാകരൻ സാധാരണ ക്ഷോഭത്തോടുകൂടിയും മറ്റും സംസാരിക്കുന്ന പ്രകൃതമുണ്ടെങ്കിൽ കൂടി ആലോചിച്ചുറപ്പിക്കാതെ ഒരു വാക്കുപോലും പറയുന്ന ആളല്ല സുധാകരൻ എന്നാണ് ഇത്രയും കാലത്തെ രാഷ്ട്രീയ നിരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ജി സുധാകരൻ കരുതിക്കൂട്ടിയുള്ളൊരു വാർത്താ സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം പറയാൻ ഉറപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന കാര്യം അക്കമിട്ടുകൊണ്ടായിരിക്കും അദ്ദേഹം മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ പോകുന്നതെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തന്റെ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന കാര്യം വ്യക്തമാക്കും, ഭാവി രാഷ്ട്രീയ നീക്കങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കും. ഒപ്പം തന്നെ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ടോ എന്ന കാര്യത്തിലും ജി സുധാകരൻ വ്യക്തത വരുത്തും. ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്തുമ്പോൾ CPM-നെ പ്രതിരോധത്തിലാക്കുന്ന ധാരാളം പ്രതികരണങ്ങൾക്കും പരാമർശങ്ങൾക്കും സാധ്യതയുണ്ട്. കാരണം ആലപ്പുഴ ജില്ലയിലെ കേരളത്തിലെ പാർട്ടിയുടെ ചരിത്രത്തിനൊപ്പം നടന്നു നീങ്ങിയ ആളാണ് ജി സുധാകരൻ. അങ്ങനെ വെറുതെ ഒരു കാഴ്ചക്കാരനായി പാർട്ടിക്കൊപ്പം നടന്നതല്ല, പാർട്ടിയോടൊപ്പം സഞ്ചരിച്ച് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച, ആലപ്പുഴയിലെങ്കിലും നിസ്തുലമായ പങ്കുവഹിച്ച ഒരു നേതാവാണ് സുധാകരൻ. അതുകൊണ്ട് ചരിത്രത്തിനൊപ്പം നടന്ന സുധാകരന് പലതും പറയാനുണ്ട്. പലതിൻ്റെയും പല കാര്യങ്ങളുടെയും നേർസാക്ഷിയാണ്, പലതിൻ്റെയും നടത്തിപ്പുകാരനായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും നേരിട്ടറിയുന്ന സുധാകരൻ ഒരു പ്രതികരണത്തിലേക്ക് വരുമ്പോൾ പാർട്ടി നേതൃത്വത്തിന് നെഞ്ചിടിപ്പേറുന്നത് സ്വാഭാവികമാണ്. കാരണം കാര്യങ്ങൾക്ക് നേരിട്ടറിവുള്ള ഒരാൾ നടത്തുന്ന പ്രതികരണത്തെ ജനങ്ങൾ അവിശ്വസിക്കില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം. സുധാകരൻ നിലപാട് വ്യക്തമാക്കുന്നതിന് പൊടുന്നനെ ഉണ്ടായ ഒരു തീരുമാനമാണെന്ന് ഞാൻ കരുതുന്നില്ല. 2021 എറണാകുളം സമ്മേളനത്തിലാണ് അദ്ദേഹത്തെ പ്രായപരിധിയുടെ പേരിൽ CPM-ന്റെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കുന്നത്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിച്ചില്ല. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിന് മാത്രമല്ല അദ്ദേഹത്തെ വേദനിപ്പിച്ചത്, മറിച്ച് H സലാമിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു ആരോപണം വന്നു. ആ ആരോപണം അദ്ദേഹത്തെ ഏറെ വിഷമിപ്പിച്ചു. പിന്നീട് പാർട്ടിയുമായുള്ള ബന്ധം ഉലഞ്ഞു. പിന്നീട് അദ്ദേഹത്തെ ഈ എളമരം കരീമിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തു. ഈ കാര്യങ്ങൾ ജി സുധാകരനെ ഏറെ വേദനിപ്പിച്ച കാര്യങ്ങളാണ്. അതാണ് അദ്ദേഹവും പാർട്ടിയും തമ്മിലുള്ള അകൽച്ചയിലേക്ക് നയിച്ചത് പ്രധാനപ്പെട്ട കാരണം. ഒപ്പം തന്നെ പാർട്ടിയിൽ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഏറ്റവും സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു നേതാവായിരുന്നു. ജില്ലയുടെ ചലനങ്ങൾ പോലും സുധാകരന്റെ കൈകളിലായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയാവില്ല. കാരണം അത്രയ്ക്കൊക്കെ ആലപ്പുഴയിലെ പാർട്ടിയെ കയ്യിലിട്ട് നിയന്ത്രിച്ച ആളാണ് ജി സുധാകരൻ. അങ്ങനെ ഒരാൾ പൊടുന്നനെ ഒരു ദിവസം പ്രവർത്തനം മതിയാക്കി വീട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും സ്വാഭാവികമാണ്. ആ പ്രയാസങ്ങളുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായി കടിച്ചമർത്തി ജീവിച്ചത്. എന്നാൽ ഇനി അദ്ദേഹം തുറന്നു പറയാൻ പോകുന്നു. രാവിലെ 11 മണിക്ക് മാധ്യമങ്ങളെ കാണുമ്പോൾ സുധാകരൻ എന്തൊക്കെ പറയും, എന്തൊക്കെ കാര്യങ്ങളാണ് സുധാകരനെ വേദനിപ്പിച്ച ഘടകങ്ങൾ, എന്താണ് തന്റെ രാഷ്ട്രീയ നീക്കം, എന്താണ് ഭാവി രാഷ്ട്രീയ പരിപാടികൾ എന്ന് സുധാകരൻ പ്രഖ്യാപിക്കുമ്പോൾ CPM-ന്റെ നെഞ്ചിടിപ്പേറും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഹാഷ്മി, ആർ ശ്രീജിത്ത് ചോദിച്ച ഒരു ചോദ്യത്തോട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കളിയാക്കി ചിരിച്ചു എന്ന് ജി സുധാകരന് തോന്നിയത് ഒരു ചിരി ഉണ്ടായിരുന്നു അവിടെ. അത് കളിയാക്കി ചിരി എന്ന് ജി സുധാകരന് തോന്നി. യഥാർത്ഥത്തിൽ ആ ചിരിയോ കളിയാക്കി ചിരിയോ എന്ന് ജി സുധാകരൻ തോന്നൽ മാത്രമല്ല ഇതിൻ്റെയൊക്കെ കാരണം. അതിനു മുമ്പുള്ള ജി സുധാകരൻ എണ്ണി പറയുന്ന 100 കാര്യങ്ങളിൽ അതിൻ്റെ ആ രോഷത്തിൻ്റെ ബണ്ട് പൊട്ടിയതാണ് ആ FB പോസ്റ്റിൽ കണ്ടത്. അതിനുശേഷം അനുനയ നീക്കങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടു. അതിനൊന്നും പക്ഷേ അനുനയിച്ചില്ല ജി സുധാകരൻ. ഇപ്പോൾ 11 മണിക്ക് ആ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെ പറയാൻ പോകുന്നു ജി സുധാകരൻ എന്ന കാര്യത്തിൽ ആകാംക്ഷ ഏറുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.